Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഡബിൾ ഫ്ലേവർ ഉള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പോവാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തു. ഞാൻ 1.5 കപ്പ് ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് ഓയിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ 1/4 കപ്പ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കട്ടി കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് പാല് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് 2 ബൗളിലേക്കായിട്ട് മാറ്റിയെടുക്കാം. നേർപകുതി വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഈ 2 ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ കോക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വാനില ഫ്ലേവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് വാനില ഫ്ലേവറാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് യെല്ലോ കളർ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഓയിൽ ഇട്ട് കൊടുത്തൊരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു റിങ്, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലുള്ള ഒരു റിങ് കാണുമ്പോൾ മനസ്സിലാവും. അതിലേക്ക് ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളത് നമുക്ക് ആ റിങ്ങിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നടുക്കായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറുള്ള പാറ്റേൺ ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഫ്ലേവറിലെ പാറ്റേൺ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയില്ല പുറത്തുള്ള റിങ് വെച്ചിട്ട് പുറത്തുള്ള വശത്തിലേക്ക് വാനില ഫ്ലേവറിൽ ഇട്ട് കൊടുത്തു ഇതുപോലെ. എന്നിട്ട് നമുക്ക് പതിയെ ആ റിങ് എടുത്ത് മാറ്റാം. അതിന് മുമ്പായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് റിങ് ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അവിടെ കുക്കർ ഒന്ന് ചൂടാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിസിലും അതിൻ്റെ വാഷറും എടുത്തിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 40-45 മിനിറ്റോളം ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് വെച്ച് കൊടുത്തതിന് ശേഷം നോക്കാം. അതിനുശേഷം നോക്കുമ്പോൾ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കാണുന്നില്ലേ? അപ്പം ഈ രീതിയിൽ വേണം വേവാനായിട്ട്. നമ്മൾ ഏത് ഫോർക്ക് കൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഒന്നും പറ്റരുത്. നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുവാണ്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവറും വാനില ഫ്ലേവറും രണ്ടും ഉള്ള ഒരു കേക്കാണിത്.
അപ്പോൾ ഇതെല്ലാവരും കഴിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മളെ ഡബിൾ ഫ്ലേവറുള്ള കേക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. താങ്ക്